വർഗീയത പറഞ്ഞാൽ വയറു നിറയില്ല. അതിന് പണിയെടുക്കണം, അധ്വാനിക്കണം, സമ്പാദിക്കണം. അതിനാദ്യം തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. ബീഹാറിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, വർഗീയതയേക്കാൾ വയറു നിറയാൻ നല്ലത് ജോലി തന്നെയാണ്. അതിനാൽ തന്നെ ബീഹാറിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന്റെ കാറ്റിനൊപ്പം സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം ബീഹാറിലെത്തി വർഗീയത വിളമ്പിയപ്പോൾ തേജസ്വിനി യാദവ് എന്ന 32കാരനായ യുവനേതാവ് കയറി ചെന്നത് ബീഹാറിലെ സാധാരണക്കാർക്കിടയിലായിരുന്നു. അദ്ദേഹം ചർച്ച ചെയ്തതും അവരുടെ പ്രശ്നമാണ്. തേജസ്വിനി യാദവ് തൻ്റെ മതം പറഞ്ഞല്ല വോട്ട് ചോദിച്ചത്, തൻ്റെ ജാതി പറഞ്ഞല്ല അദ്ദേഹം വോട്ട് ചോദിച്ചത്. കൊറോണ കാരണവും ലോക്ക്ഡൗൺ കാരണവും തൊഴിൽ നഷ്ടപ്പെട്ട ബീഹാറിലെ ജനങ്ങൾക്ക് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനമാണ് തേജസ്വിനി യാദവ് അവർക്ക് മുന്നിൽ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ തേജസ്വിനി യാദവിനൊപ്പം നിൽക്കുമെന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ളവർ പ്രവചിച്ചത്. ബീഹാറിലെ ജനങ്ങളിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ തേജസ്വിനി യാദവ് നയിക്കുന്ന മഹാസംഖ്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത്. ഇതുതന്നെ വ്യക്തമാക്കുകയാണ് യുവാക്കൾ എത്രമാത്രം BJPയെ വെറുക്കുന്നുവെന്നും തേജസ്വിനി യാദവ് എന്ന നേതാവ് തങ്ങളുടെ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. കൂടാതെ തേജസ്വിനി യാദവ് ബീഹാറിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിതീഷ് കുമാറിനെ പോലെ ഒരു വയസ്സൻ പടയല്ല ബീഹാറിന് ആവശ്യം, തന്നെ പോലെയുള്ള യുവാക്കളാണ് ഇനി ബീഹാറിന് ആവശ്യമെന്ന് തേജസ്വിനി യാദവ് ബീഹാറിന് സന്ദേശം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിനെ പോലുള്ള ഒരു പ്രഗത്ഭനായ യുവനിരയെ NDAക്ക് ഇറക്കാൻ പറ്റാത്തതും. എന്തുതന്നെയായാലും മതേതരത്വം മുഖമുദ്രയായിരുന്ന ഇന്ത്യയിൽ തേജസ്വിനി യാദവിലൂടെ മതേതരത്വം ഇന്ത്യയിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണും നട്ടിരിക്കാം ബീഹാറിലേക്ക്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ്, സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്.